പ്രേക്ഷകരെ, ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. ഇവനെയൊക്കെ ജനങ്ങൾ അങ്ങോട്ട് തിരിച്ചറിയട്ടെ. ഒന്നും രണ്ടുമല്ല, 15 ലക്ഷം രൂപയുടെ വേദന സംഹാരി ഗുളികകളുമായിട്ട് പിടികൂടിയതാണ് ഇവനെ. കൊല്ലം ഇരവിപുരം സ്വദേശിയായ ടിൻഡു സേവ്യർ എന്ന മയക്കുമരുന്ന് കച്ചവടക്കാരനാണ് ഇവൻ. അങ്ങനെ തന്നെ പറയണം. കാരണം ശരീരത്തുണ്ടാകുന്ന വലിയ വേദനകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടെട്രാസെപാം, തൈഡോൾ എന്നീ ഇനത്തിൽപ്പെട്ട ഗുളികകൾ. ഒരു ഗുളികയ്ക്ക് പോലും 300 രൂപയോളം വിലയുള്ള ആ ഗുളികകളുടെ വൻ ശേഖരം, ഏകദേശം 15 ലക്ഷം രൂപ വിലമതിക്കുന്ന ശേഖരമാണ് ഇവൻ്റെ നിന്ന് പിടികൂടിയത്. നമ്മുടെ നാട്ടിലെ യുവതലമുറയെ, യുവതികളെയും യുവാക്കളെയും വിദ്യാർത്ഥികളെ അടക്കം ലഹരിക്ക് അടിമകളാക്കി മാറ്റി പണം സമ്പാദിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ നരാധമന്മാരെ ജനങ്ങൾ കാണണം, തിരിച്ചറിയണം. മദ്യത്തിനും മയക്കുമരുന്നിനുമൊപ്പം ഇതുപോലെയുള്ള ഗുളികകളും കൂടി ചേർത്തുപയോഗിച്ച് നമ്മുടെ യുവതലമുറ ഭ്രാന്തന്മാരെയും ഭ്രാന്തികളെയും പോലെ ഇവിടെ ഓരോ കുറ്റകൃത്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. പൂട്ടണം ഇവനെ പോലെയുള്ള ലഹരി കച്ചവട മാഫിയകളെ, ലഹരി കച്ചവടക്കാരെ. കൊല്ലം എക്സൈസ് റേഞ്ച് പാർട്ടി ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ് ഇൻസ്പെക്ടർ പി ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘമാണ് ഇന്നിവനെ പിടികൂടിയത്. കേരളത്തിലെ ഓരോ അച്ഛനമ്മമാർ ഇന്ന് വളരെയധികം വിഷമിക്കുന്നത് ഇവനെ പോലെയുള്ള ലഹരി സംഘങ്ങളുടെ കാരണമാണ്. ഇത് പൂർണ്ണമായും നിർത്തണം. 2027 ആകുമ്പോൾ ഇവിടെ പൂർണ്ണമായും ലഹരി മുക്തമാകണം. അതിനായി ഓപ്പറേഷൻ തണ്ടറുമായി, ഓപ്പറേഷൻ തുഫാനുമായി ഈ നാട്ടിലെ ഓരോ ആളുകളും സഹകരിക്കണം. അത് എൻ്റെ മകനല്ല, എൻ്റെ കുഞ്ഞല്ല, അതപ്പുറത്തതാണ് എന്ന് ചിന്തിക്കാതെ ഇതെൻ്റെ നാടിന് ഏറ്റവും വലിയ ആവശ്യമാണ്, എൻ്റെ നാട്ടിലെ ഓരോ യുവതി യുവാക്കളെയും രക്ഷിച്ചെടുക്കേണ്ട കടമയിൽ ഞാനും പങ്കുചേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ഓരോരുത്തരും ഈ ലഹരിക്കെതിരായി പോരാടുവാൻ. കേരള എക്സൈസിനോടൊപ്പവും കേരള പോലീസിനോടൊപ്പവും ചേർന്നുകൊണ്ട് ലഹരിയുടെ വിപണനമോ ഉൽപാദനമോ ഉപയോഗമോ ശ്രദ്ധയിൽപ്പെട്ടാൽ വളരെ വേഗം നിങ്ങൾ വിവരങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഇവനെയൊക്കെ ജനങ്ങൾ തിരിച്ചറിയട്ടെ. സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ പിന്നീട് എപ്പോഴെങ്കിലും ഇവൻ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം. കൊല്ലം റേഞ്ച് ടീം ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയുടെ ഭാഗമായി ഇരവിപുരം ഭാഗത്തു നിന്ന് ടിൻഡു സേവ്യർ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്നും 6000 തൈഡോൾ ഗുളികകളും 20 നൈട്രോസെപാം ടാബ്ലറ്റുകളും കണ്ടെടുത്തു. ഈ തൈഡോൾ ടാബ്ലറ്റ് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ, പ്രത്യേകിച്ചും കൊല്ലം സിറ്റി ഭാഗങ്ങളിൽ, തീരദേശ ഭാഗങ്ങളിലും മയക്കുമരുന്നിന് പകരമായി ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ്, ടാബ്ലറ്റ് ആണ്. ഇത് ഷെഡ്യൂൾ ചെയ്ത NDPS ആക്ട് പ്രകാരം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ്. പക്ഷെ ഇത് വ്യാപകമായി മയക്കുമരുന്നിന് പകരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നിലവിൽ. ഇത് ഒരു ഗുളിക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ പൈസക്കാണ് ഇവർക്ക് കിട്ടുന്നത്. ഇത് കിട്ടുന്നത് ബോംബെയിൽ നിന്നുമാണ് കൊണ്ടുവരുന്നതായിട്ടാണ് അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത്. അതിന്റെ കൂടുതൽ അന്വേഷണം നടന്നു വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് ഒരു സ്ട്രിപ്പ് എന്ന് പറയുന്ന 10 ഗുളികയാണ്. ആ സ്ട്രിപ്പ് ഇവിടെ വിൽക്കുന്നത് 3000 രൂപയ്ക്കാണ്. അപ്പോൾ ഇതിന്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ലാഭം എന്ന് പറയുന്നതാണ് ഇതിലേക്ക് ഇത്തരക്കാരെ കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ ഇത്തരം ഗുളികകൾ ഉപയോഗിക്കുന്നത് കോളേജ് വിദ്യാർത്ഥികളും സാധാരണ ജോലിക്ക് പോകുന്ന ആൾക്കാരുമാണ് ഇത് ഉപയോഗിക്കുന്നത്. കൊല്ലം ജില്ലയിൽ തന്നെ ഇത്തരം ഗുളികകൾ ഉപയോഗിച്ച് മരണം വരെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഗുളിക എന്ന് പറയുന്നത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തുടർന്നും ഇത്തരത്തിലുള്ള റെയ്ഡുകൾ നടത്തി ഈ ഗുളികകൾ, തൈഡോൾ ഗുളികകളും മറ്റ് ലഹരി വസ്തുക്കളും കണ്ടെടുക്കുന്നതാണ്.